തുടയിടുക്കിലെ കറുപ്പ് പലരെയും അലട്ടുന്നൊരു പ്രശ്നമാണ്. ഈ തുടയിടുക്കിലെ കറുപ്പ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഒന്ന്, അവിടെ അമിതമായിട്ടുള്ള ഫ്രിക്ഷൻ ഉണ്ടാകുന്ന മൂലം. രണ്ടാമതായിട്ട് നമ്മൾ ടൈറ്റ് ഇന്നേഴ്സ് അല്ലെങ്കിൽ ടൈറ്റ് ക്ലോത്ത് വെയർ ചെയ്യുന്ന കാരണം അവിടെ കറുപ്പ് അമിതമായിട്ട് ഉണ്ടാവലുണ്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ കാരണം, കൂടാണ്ട് തന്നെ ഹോർമോണൽ ഇംബാലൻസ് കാരണം, വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് മൂലം, അമിതവണ്ണം ഉണ്ടെങ്കിൽ അതുമൂലം അവിടെ കൂടുതലായിട്ട് വിയർക്കുന്നുണ്ടെങ്കിൽ അതുമൂലമൊക്കെ അവിടെ അമിതമായിട്ട് കറുപ്പ് അനുഭവപ്പെടലുണ്ട്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു കെമിക്കൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കളും അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കൾ മാത്രമേ നിങ്ങൾക്ക് തുടയിടുക്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം മഞ്ഞൾ എണ്ണയാണ്. അതായത് നമ്മുടെ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ബേസായിട്ട് വരുന്ന മഞ്ഞൾ ഇട്ട് വെച്ചിട്ടുള്ള ഓയിൽ ദിവസവും അവിടെ തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ പൊട്ടറ്റോ ജ്യൂസ് അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസ് ഉപയോഗിക്കാം. നമ്മുടെ കിഴങ്ങ് അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് അവിടെ പുരട്ടി കൊടുക്കാം. മഞ്ഞളും പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പാക്കായിട്ട് അവിടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരിപ്പൊടിയും മഞ്ഞളും പാലും കൂടി മിക്സ് ചെയ്തിട്ട് പാക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് ഇല്ല, ഹോർമോണൽ ഇംബാലൻസ് ഇല്ല, നിങ്ങൾക്ക് അമിതവണ്ണമില്ല, ടൈറ്റായിട്ടുള്ള ക്ലോത്ത്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താം. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മരുന്നെടുത്ത് തന്നെ മാറ്റാം. ഇനി ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്താൽ നാളെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഇന്ന് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് എന്നോടാരും ചോദിക്കരുത്. ആ ഭാഗത്തെ കറുപ്പൊക്കെ പോകാൻ കുറേ ടൈം എടുക്കും. അപ്പം 3 മാസമാണ് ഞാൻ പറയുന്ന കാലാവധി. 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വിസിബിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും.